Hi friends, welcome back to our channel. We are Anju from YK Sound Academy. ഇന്ന് നമ്മൾ നിൽക്കുന്നത് കാക്കനാട് ഹൈനസ് എന്ന് പറഞ്ഞ ഒരു ഫ്ലാറ്റിലാണ്. അവിടെ ഷിബിൻ എന്ന് പറഞ്ഞ സാറിൻ്റെ ഫ്ലാറ്റിലാണ്. അപ്പോൾ ആളുടെ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഹോം തിയേറ്റർ ആയിരുന്നു. അപ്പോൾ ആൾ ഓൾറെഡി ഹോം തിയേറ്ററിനുള്ള എക്യുപ്മെൻറ്റ്സ് എല്ലാം മേടിച്ചായിരുന്നു. സ്ക്രീൻ പ്രൊജക്ടർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മേടിച്ചായിരുന്നു. പക്ഷെ സൗണ്ട് ഒട്ടും ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളൊന്ന് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി അവിടുത്തെ അക്കൗസ്റ്റിക്സിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ആൾക്ക് ഓഫർ ചെയ്ത് വളരെ ചീപ്പായിട്ട് നമ്മൾ ഓഫർ ചെയ്തത് അക്കൗസ്റ്റിക് പാനൽസ് ആണ്. നമ്മൾ ഓൾറെഡി പഴയ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് അക്കൗസ്റ്റിക് പാനൽസിൻ്റെ ഒരു എഫക്റ്റ് എത്രമാത്രമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു റൂമിൽ, ചെറിയ റൂമാണ്, നമ്മൾ ഈ റൂമിൽ ഒരു 12 അക്കൗസ്റ്റിക് പാനൽസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ചെറിയ പാനൽസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം 1 മീറ്റർ ലെങ്ത് ഉള്ള 12 പാനലാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. 4 2 സൈഡിലായിട്ട് ചെയ്തിട്ട് ബാക്കിൽ 4, പിന്നെ ഇവിടെ 2 പാനൽസ്. ഇപ്പോൾ പണി മൊത്തം കഴിഞ്ഞിട്ടില്ല, കുറച്ച് അതായിട്ട് കിടക്കാണ്. പക്ഷെ എന്നാൽ പോലും നമ്മൾ പാനൽസിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ എൻ്റെ വോയിസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം. കാരണം ഇവിടെ ആക്ച്വലി നമ്മൾ നേരത്തെ വന്ന ടൈമിൽ ഭയങ്കര കൂടുതലായിരുന്നു ഈ റൂമിൻ്റെ റിഫ്ലക്ഷൻസും അതുപോലെ റിവർബും. പക്ഷേ ഇപ്പോൾ വളരെ ഡെഡ് ആയിട്ടുണ്ട്, സൗണ്ട് വളരെ ഡെഡ് ആയിട്ടുണ്ട്, ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ട് സൗണ്ട്. അപ്പോൾ സ്പീക്കറിൻ്റെ ക്വാളിറ്റി നല്ല രീതിയിൽ ഡിഫറൻസ് വന്നിട്ടുണ്ട്. സ്പീക്കർ യമ സ്പീക്കേഴ്സാണ്. അപ്പോൾ അതിൻ്റെ ഫുൾ ഔട്ട്പുട്ട് നമുക്ക് ഇപ്പോൾ ഈ ഒരു അക്കൗസ്റ്റിക് പാനൽസ് വെച്ചുകൊണ്ട് നമുക്ക് ആ ഔട്ട്പുട്ട് മൊത്തം ക്ലിയർ ആയിട്ട് തന്നെ കേൾക്കാൻ പറ്റും. നമ്മൾ ആൾക്ക് പാനൽസ് ചെയ്ത് കൊടുത്തതിനാൽ ബ്ലാക്ക് കളറിലാണ്. അപ്പോൾ ആളുടെ ഇഷ്ടം അനുസരിച്ചാണ് നമ്മൾ ചെയ്തേക്കുന്നത്. നമുക്ക് ഏതൊരു റൂമിലായാലും നമുക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരം, ഇപ്പോൾ റൂമിൻ്റെ കളർ അനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കളർ പാറ്റേൺ വേണമെങ്കിൽ ആ ഒരു കളർ അനുസരിച്ച് നമുക്ക് പാനൽസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കായാലും വീട്ടിലൊരു ഹോം തിയേറ്റർ ചെയ്യണം, പക്ഷേ ബഡ്ജറ്റ് കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ അക്കൗസ്റ്റിക് പാനൽസ് നിങ്ങൾക്ക് മേടിക്കാം. ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം, താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വളരെ ഈസി ആയിട്ട് തന്നെ ഒരു ഫോട്ടോ ഫ്രെയിം തൂക്കണ പോലെ തന്നെ നമ്മൾ ഒറ്റ ഒരു സ്ക്രൂമേ ഈ ഓരോരോ പാനൽസാണ് നമ്മൾ തൂക്കി. അപ്പോൾ ബൈ ചാൻസ് നിങ്ങൾക്ക് റെൻറ്റഡ് ഹൗസാണ്, നിങ്ങൾക്ക് വേറെ സ്ഥലത്ത് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ അക്കൗസ്റ്റിക് പാനൽസ് വെറുതെ ഊരി നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം ഇത് എങ്ങനെ നമ്മൾ തൂക്കിയിടാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒരു കണ്ടോ, ഇത്രയേ ഉള്ളൂ അക്കൗസ്റ്റിക് പാനൽസ്. ജസ്റ്റ് നിങ്ങൾക്ക് ഫോട്ടോ ഫ്രെയിം തൂക്കുന്ന പോലെ തന്നെ ഒറ്റ സ്ക്രൂമേ തൂക്കാവുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഒട്ടും ഈ പറഞ്ഞ സ്പേസിൻ്റെ പ്രശ്നം വരില്ല. അതുപോലെ നിങ്ങൾക്ക് എവിടെയെങ്കിലും മാറണമെങ്കിൽ ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഊരി കൊണ്ടുപോയി അവിടെ പിടിപ്പിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഹോം തിയേറ്ററിനെ കുറിച്ച് എന്തെങ്കിലും കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ഹോം സ്റ്റുഡിയോ പണിയാൻ താല്പര്യമുണ്ട്, നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു ചോദിക്കാം അല്ലെങ്കിൽ മെസ്സേജ് ഇടാം. ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ ചീപ്പുമാണ്. അപ്പോൾ സാധാരണ ഏതൊരാൾക്കും വീട്ടിൽ ഒരു ലിവിങ് റൂമിലായാലും ബെഡ്റൂമിലായാലും ചെയ്യാവുന്ന ഒരു സെറ്റപ്പാണ്. ഇത് മൊത്തം മിക്ക ആൾക്കാർ നമ്മൾ വിളിക്കാറുണ്ട്, മൊത്തം റൂം ചെയ്യാൻ പറ്റില്ല, നമ്മൾ റെൻറ്റഡ് ആണ്, അപ്പോൾ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാവും. ഇത് ചിലവ് കുറവാണെങ്കിൽ പോലും ഇത് വളരെ എഫക്റ്റീവാണ്. കാരണം ഇത് റോക്കൂൾ പാനൽസ് ആണ്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയലാണ് സൗണ്ട് അബ്സോർപ്ഷനിൽ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ റിഫ്ലക്റ്റീവ് പോയിന്റ്സിൽ, കറക്റ്റ് ആ റിഫ്ലക്റ്റീവ് പോയിന്റ്സിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൊത്തം റൂം കവർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ പാനൽസ് വെച്ച് തന്നെ നമുക്ക് ഒരുപാട് രീതിയിൽ റിഫ്ലക്ഷൻസ് കുറയ്ക്കാൻ പറ്റും. അതുപോലെ നിങ്ങളുടെ സ്പീക്കേഴ്സിൻ്റെ ഒരു പക്ക ഔട്ട്പുട്ട്, സ്പീക്കറിൻ്റെ ക്വാളിറ്റി ഔട്ട്പുട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. കാരണം നമ്മൾ വില കൂടിയ സ്പീക്കേഴ്സ് മേടിച്ചിട്ട് കാര്യമില്ല, നിങ്ങളുടെ റൂം ട്രീറ്റഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ക്വാളിറ്റി കിട്ടില്ല. അപ്പോൾ ഈ ഒരു റൂം ഇപ്പോൾ നല്ല ക്വാളിറ്റി, നമ്മളിപ്പോൾ ഇരുന്ന ഒരു സിനിമ കണ്ടു, നല്ല ക്വാളിറ്റിയാണ്, ആൾ നല്ല ഹാപ്പിയാണ്, അതിലിപ്പോൾ വേറെ ഒരു വർക്കിലാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു ചോദിക്കുക അല്ലെങ്കിൽ മെസ്സേജ് ഇടാം. അതുപോലെ ആർക്കെങ്കിലും അക്യൂസ്റ്റിക് പാനൽസ് അല്ലെങ്കിൽ ഹോം തിയേറ്ററിൻ്റെ എക്യുപ്മെൻറ്റ്സ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു ചോദിക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ടിൽ ദെൻ